ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പച്ചക്കറി വിളകൾ, പ്രധാനമായിട്ട് നമ്മുടെ മുളക് ചെടി, അതേപോലെ ചീര, അതിൻ്റെ കൃഷി രീതിയും അതേപോലെ അതിൻ്റെ വളപ്രയോഗമൊക്കെയാണ് വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചീര ചെടികളാണ്. ഇതിൽ തന്നെ നമ്മൾ ചുവന്ന ചീര, പച്ചച്ചീര, സുന്ദരി ചീര, അങ്ങനെ 3 തരത്തിലുള്ള ചീരകളുണ്ട്. അതേപോലെ വിളവ് കിട്ടും. നമ്മൾ ഒന്ന് ചെറിയ രീതിയിലുള്ള ഒരു കെയറിങ് മാത്രം കൊടുത്താൽ മതി. സാധാ കാന്താരി മുളക്, അതേപോലെ നമ്മുടെ കറിക്ക് ഉപയോഗിക്കുന്ന മുളകുകളൊക്കെ വളർത്തുന്ന രീതിയിൽ തന്നെ ഈ ഒരു മുളകുകൾ വളർത്താം. നല്ല എരിവുള്ള മുളകുകൾ തന്നെയാണ്. പിന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് ഇതിൻ്റെ വിളവെടുക്കുക എന്നുള്ളതാണ് പിന്നീട് ശ്രദ്ധിക്കാനുള്ളത്. യഥാസമയത്ത് വിളവെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഈ ചെടികളിൽ പൂക്കളുണ്ടായിട്ട് അതിൽ വീണ്ടും കായ്കളായി മാറുകയും ചെയ്യും. അപ്പോൾ ഏകദേശം പാകമായി വരുന്ന മുളക് ആണ് പറിക്കാനായിട്ടുണ്ട്. ഈ വിളകളൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത് നമ്മുടെ പൂന്തോട്ടത്തിൻ്റെയൊക്കെ കൂടെ തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റോസാ ചെടികളും ഒക്കെ നമ്മൾ വളർത്തി വരുന്നുണ്ട്. ബോഗൻവില്ല ആയാലും ഒക്കെ നമ്മൾ ടെറസിന് മുകളിൽ നല്ല ഭംഗിയിൽ തന്നെ വളർത്തി വരുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ ഈ ഒരു വളങ്ങളൊക്കെ തന്നെയാണ് കൊടുക്കാറുള്ളത്. രാസവളങ്ങൾ യാതൊന്നും നമ്മൾ ഈ ഒരു ചെടികൾക്കൊന്നും കൊടുത്തിട്ടില്ല. ടെറസിന് മുകളിലായതുകൊണ്ട് തന്നെ നല്ല വെയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കുക. നനവ് പ്രധാനമാണ് ഈ ചെടികൾക്ക്. പിന്നെ ചീര ചെടികളൊക്കെ ആണെങ്കിൽ നമ്മളിത് ഇപ്പം ഈ ഒരു പ്ലാന്റ് ഒരു വാരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇത് നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ്. ഇതിൽ പൂക്കളുണ്ടായിരുന്നു. ഇപ്പം ശാഖകൾ വലുതാവാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ചീരയുടെ തൈകൾ മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതും ഏകദേശം വിളവെടുക്കാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐഡിയ പ്രകാരം എങ്ങനെ വേണമെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിള തന്നെയാണ് ഈ ചീര എന്ന് പറയുന്നത്. നല്ല പോഷകസമൃദ്ധമായിട്ടുള്ള ഒരു വിള തന്നെയാണ്. ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വളം എന്താണെന്ന് നോക്കാം. എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാം എന്നുള്ളത് നോക്കാം. ഇതേപോലെ ജൈവവള കമ്പോസ്റ്റ് വേണ്ടിയിട്ട് നമ്മളൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഡ്രമ്മോ അല്ലെങ്കിൽ വലിയൊരു ചട്ടിയോ ഇതേപോലെ നമ്മൾ എടുത്ത് വയ്ക്കുക. അതിലേക്ക് നമ്മൾ പച്ചക്കറി വേസ്റ്റുകളും ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റ് ആയാലും എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മണ്ണും അതും ഈ ഒരു വേസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടേണ്ടത്. ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഒരു 3-4 ആഴ്ച ആകുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ മണ്ണിനോട് അലിഞ്ഞു ചേർന്ന് മണ്ണ് കറുത്ത മണ്ണായിട്ട് മാറും. അപ്പോൾ ആ ഒരു വളമാണ് നമ്മുടെ ഏതൊരു ചെടികൾക്കും നമുക്ക് യൂസ് ചെയ്യാവുന്നത്. നമ്മുടെ ഗാർഡനിലുള്ള പൂന്തോട്ടങ്ങളിലുള്ള ഏതൊരു ചെടികൾക്കും നമുക്ക് ഈ ഒരു വളം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് പച്ചക്കറി വിത്തുകൾ പാകുന്ന സമയത്തും ഈ വളം നമുക്കതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു പച്ചക്കറി തോട്ടത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ. തോട്ടത്തിൽ നമ്മുടെ ചെടികൾ ഹെൽത്തി ആയിട്ട് മാറാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ. റെഗുലറായിട്ട് നമ്മൾ വിളവെടുക്കുക. അതേപോലെ റെഗുലറായിട്ട് നമ്മൾ വിത്തുകൾ മുളപ്പിച്ചെടുക്കുക, തൈകളാക്കി എടുക്കുക. ആ രീതിയിൽ വളങ്ങൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് സമയത്ത് തന്നെ വിളവ് കിട്ടുകയും ചെയ്യും. ചീരകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ പൂക്കളായി കഴിഞ്ഞാൽ പൂക്കൾ പാകി കൊടുത്താൽ തന്നെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ചീര വിത്തുകൾ പുറമെ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പയറാണെങ്കിൽ ഇതിപ്പോൾ നീല നിറത്തിലുള്ള പയറാണ്. അപ്പോൾ ഇത് നമ്മൾ വിത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് വിത്തിന് വേണ്ടിയിട്ടൊക്കെ മൂക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിത്ത് അടുത്ത സീസണിലേക്ക് നമുക്ക് വിത്ത് പാകാൻ വേണ്ടി ശേഖരിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ കൃഷി. അപ്പോൾ വീഡിയോ നമുക്ക് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.